എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ശ്രീമതി ചിന്ത ഇപ്പോൾ ശ്രീമതി പി കെ ശ്രീമതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നു. അത് നിശ്ചയമായിട്ടും അതൊരു ചർച്ചയാവുന്ന ഒരു ഒറ്റ വാചകമാണ്. ഒരടുപ്പം കൊണ്ട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ വിദ്യ എന്ന് പി കെ ശ്രീമതി പറയുന്നതുമാകാം. അല്ലെങ്കിൽ ഒരു ക്രിമിനലിനെ ഇങ്ങനെ വിശേഷിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി ബന്ധു എന്ന ഒരു ബുദ്ധിമുട്ട് കൂടി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. താങ്കളുടെ മറുപടി അതിനോട് പ്രതികരിക്കുമെങ്കിൽ അങ്ങനെ. അതിനു മുമ്പ് കഴിഞ്ഞ റൗണ്ടിൽ മറ്റു രണ്ടുപേരും പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് പ്രതികരിക്കാം. 2.5 മിനിറ്റ് താങ്കൾക്ക്. 2.5 മിനിറ്റ് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. കാരണം ഈ ചർച്ച എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും സമയം ക്രമീകരിച്ചത് എന്നതിനെ സംബന്ധിച്ച് അയ്യപ്പദാസ് വെറുതെ ഒരു ആത്മപരിശോധന നടത്തണം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അല്ല, അതിന്റെ ഒരു ആവശ്യം വരില്ല ശ്രീമതി ചിന്ത. അങ്ങനെ ഒരു ആവശ്യം വരില്ല. ഇപ്പൊ തന്നെ മറുപടി പറയാം. അങ്ങനെ ഒരു ആവശ്യം വരില്ല. നമുക്ക് കണക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതിന് തെറ്റിദ്ധാരണ വേണ്ട. കണക്കെടുത്ത് നോക്കാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അവസാന റൗണ്ട് ആയതുകൊണ്ട് സമയം പറയുന്നുള്ളൂ. അത് സാധാരണ രീതിയാണ്. അത്രേ ഉള്ളൂ. അല്ലല്ല, അവസാന റൗണ്ടിലെങ്കിലും എനിക്ക് ജനങ്ങൾക്ക് കുറെ നേരമായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എനിക്ക് കൂടി ബോധ്യപ്പെട്ടു എന്ന് താങ്കളെ അറിയിക്കണം. ഇല്ലെങ്കിൽ താങ്കൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രവണത ആരംഭിച്ചുകൊണ്ടിരിക്കും. മറ്റൊന്നുമല്ല, താങ്കൾ ക്ഷണിച്ചത് 3 പേരെയാണ്. ഒന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി, മറ്റൊന്ന് CPM-ന്റെ പ്രതിനിധി, മറ്റൊന്ന് ജേർണലിസ്റ്റ് എന്നല്ലേ എഴുതി കാണിക്കുന്നത്? ഒരു ജേർണലിസ്റ്റ്, ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനായി ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ആളാണോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ ഗുണ്ട എന്ന് വിളിക്കുന്നത്? ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾ. അത് നിങ്ങൾ കോൺഗ്രസ് 1, കോൺഗ്രസ് 2 എന്ന് അവിടെ എഴുതി കാണിക്കൂ. അല്ല, ജേർണലിസ്റ്റ് എന്നുള്ള പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് ഇവിടെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ SFI അധിക്ഷേപിക്കുകയും കോൺഗ്രസിനെ പുകഴ്ത്തുകയും ചെയ്യാൻ വേണ്ടി 2 പേര് ചിലപ്പോൾ ആവശ്യമായിരിക്കും. ആർഷോയ്ക്കെതിരെ നിങ്ങൾ ഉയർത്തിയ വിവാദം പൊളിഞ്ഞ് പാളീശായി പോയപ്പം 2, 3, 5 പേരെ കൊണ്ട് ഇരുത്തിയാലേ ചിലപ്പോൾ ന്യായീകരിക്കാൻ പറ്റൂ. പക്ഷെ ജേർണലിസ്റ്റ് എന്നുള്ള എഴുത്തങ്ങ് മാറ്റും. എന്നിട്ട് ഒറ്റ കാര്യം, പക്ഷേ ശ്രീമതി ചിന്ത, ഈ സമയത്തെക്കുറിച്ച് തർക്കം ഉണ്ടാവരുത്. താങ്കളൊന്ന് ഡിവൈഡ് നോക്കണം ഈ ചർച്ച നോക്കിയാൽ. കാരണം അങ്ങനെ ഒരു പക്ഷപാതം ഉണ്ടായെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാനോട് യോജിക്കില്ല. ശ്രീ രാജു, 1 മിനിറ്റ് താങ്കൾക്ക്. അയ്യപ്പദാസ്, ഇവിടെ ഈ പറഞ്ഞ ഇരവാദം, ഈ ആർഷോയ്ക്കുന്നുണ്ടായ മാനസിക വിഷമത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മളിത് കേട്ടിട്ടുള്ളത് ഈ ശിവരഞ്ജന്റെ കേസിലാണ്. ശിവരഞ്ജൻ കേസിൽ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ PSC റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ച് അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നു വളരെ വൈകാരികമായി പ്രതികരിച്ച നമുക്ക് ഓർമ്മയുണ്ട്. എന്തായി? അവസാനം PSC റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ അട്ടിമറി നടത്തിയ കേസിലല്ലേ ശിവരഞ്ജിത്തും നിസാമും കിടക്കുന്നത്? അതെവിടെ എത്തിയെന്നുള്ള വിഷയവും കൂടി അവിടെ നിൽക്കട്ടെ, അത് നിൽക്കുന്നു. പിന്നെ ഈ SFIയുടെ സർഗാത്മകതയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മഹാരാജാസ് കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. പ്രിൻസിപ്പലിന്റെ കസേര പുറത്തിട്ട് കത്തിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു സർഗാത്മകത നടന്നായിരുന്നു. അന്ന് MA ബേബി ആണെന്നാണ് തോന്നുന്നത് സർഗാത്മകതയെ കുറിച്ച് പറഞ്ഞത്. ഒരു പ്രിൻസിപ്പലിന്റെ ശവകുടീരം ഉണ്ടാക്കിയിട്ട് എന്തിനാണ് വെറുതെ ചിന്ത ഞങ്ങളെ കൊണ്ടൊക്കെ. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ഈ ജേർണലിസ്റ്റ് എന്ന ടാഗിൽ വന്നാൽ അവിടെയും ഇവിടെയും തൊടാതെ 2 പക്ഷത്തെയും ഒപ്പം തടവിക്കൊണ്ട് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ. മനോരമ എന്നെ വിളിക്കുന്നത് തന്നെ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ നിലപാടെടുക്കുന്ന ആളാണ്. എനിക്ക് നിലപാടുള്ള ആളാണ്. ചിന്താ ജെറോമിന്റെ പ്രബന്ധത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല.